ഹായ് ഓൾ. അപ്പോൾ തമ്നെയിൽ കണ്ടതുപോലെ വാട്ട് ആർ ദ 5 തിങ്സ് ഐ വിൽ ബി ഡൂയിങ് ബിഫോർ ടേക്കിംഗ് ആൻ എൻട്രി. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു എൻട്രി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ടും നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ നമ്മൾ കീപ്പ് ചെയ്തിട്ട് മാത്രമേ ഇത്, അഥവാ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു ബുക്കും പേപ്പറും എടുത്തിട്ട് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ബുക്കും പേപ്പറിലും എഴുതുക. എന്നതിന് ശേഷം നിങ്ങൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ആദ്യമേ ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു ബയാസ് നമുക്ക് വേണം. പല ആൾക്കാരും നിങ്ങൾക്ക് ബയാസ് വേണ്ട എന്ന് പറയും. പക്ഷേ ബയാസിനെ നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ എൻട്രി എടുക്കാവൂ. ബയാസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് എൻട്രി വരുന്നതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. വേണമെങ്കിലെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. നിങ്ങൾക്കൊരു പ്രൂവാനായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജിക്ക് നിങ്ങൾ കുറച്ച് ക്രൈറ്റീരിയാസ് നിങ്ങൾ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ആ ക്രൈറ്റീരിയാസ് എല്ലാം തന്നെ വരുന്ന സമയത്ത് അന്നത്തെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ബുള്ളിഷ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ എൻട്രി ബെയറിഷ് ആയിട്ടുള്ളതെങ്കിലും ഡൗൺ സൈഡിലായിട്ടുള്ള ഒരു എൻട്രി ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ എൻട്രി എടുക്കാം. അതിനൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ആ ഒരു ടൈമിൽ നിങ്ങൾ എടുക്കുന്ന റിസ്ക് കൃത്യമായിരിക്കണം. ആ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കാര്യം നിങ്ങൾ എടുക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. അപ്പോൾ ഇനി ഞാൻ എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് ജസ്റ്റ് നമ്മുടെ ചാർട്ടിലോട്ട് നോക്കാം. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ആയ ടൈമിൽ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെയിൻ ട്രേഡിംഗ് സെഷൻ ഓപ്പൺ ആയിട്ടില്ല, അതിന് മുന്നേ ഉള്ള സെഷനാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഞാൻ എപ്പോഴും മാർക്ക് ചെയ്യും. ആ ഒരു ലെവൽസിനെ വെച്ചിട്ട് മാത്രമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ, ഞാൻ നോർമലി ട്രേഡ്സ് പഞ്ച് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഒരു ലെവൽസ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് വരിക. അതിനുശേഷം നമുക്ക് ലാസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത സ്വിങ്സിനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ലാസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത സ്വിങ് ഈ ഒരു ഏരിയയും ഈ ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഒരു 2 ലൈൻസ് നമ്മൾ ഡ്രോ ചെയ്തു. അതിനുശേഷം ആ ഒരു സ്വിങ്ങിനെ നമ്മൾ ഫിബ് ടൂൾ വെച്ച് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് ഈ 2 ലെവൽസ്. 52,669 എന്ന് പറഞ്ഞ ലെവലും അതിനോടൊപ്പം തന്നെ 52,246 എന്ന് പറഞ്ഞ ലെവലും. അപ്പോൾ ഈ ഒരു 2 ലെവൽസിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു ലെവൽസിൻ്റെ താഴെയാണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഡയറക്ഷൻ ബെയറിഷ് ആയിരിക്കും. ഈ ഒരു ലെവലിൻ്റെ മുകളിലാണെങ്കിൽ നമ്മുടെ ഡയറക്ഷൻ ബുള്ളിഷ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ബയാസ് വന്നേ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് ഈ ഒരു ലെവലിൽ താഴെയാണെങ്കിൽ നമുക്ക് ബെയറിഷ് എൻട്രിയിലോട്ട് പോകാം, ഈ ഒരു എൻട്രിയുടെ മുകളിലാണെങ്കിൽ ബുള്ളിഷ് എൻട്രിയിലോട്ട് പോകാം. അപ്പോൾ എങ്ങനെ ഇത് ഈ ഒരു ലെവൽസിന് ഞാൻ പ്ലോട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിബ് ടൂളിൽ നമുക്ക് ഓൾറെഡി എൻ്റെ ഒരു ലെവലായിട്ടുള്ള 2 ലെവൽസാണ് ഇത്. ഈ ഒരു 38%, 61%. പല ആൾക്കാർ യൂസ് ചെയ്യുന്ന സെയിം ലെവലാണ് 38%, 61%. പക്ഷേ ഇതൊന്നുമല്ല എൻ്റെ എൻട്രി ക്രൈറ്റീരിയ. നിങ്ങൾ മനസ്സിലാക്കണം. പല ആൾക്കാരും ഇതിനെ ഒരു സ്ട്രാറ്റജി ആയിട്ട് പറഞ്ഞതിന് ശേഷം ഇതിന് താഴെ പോകുമ്പോൾ അങ്ങ് എടുത്തോ, ഡൗൺ സൈഡിലോട്ട് അങ്ങ് എടുത്തോ, ഇതിന് മേളിലോട്ട് പോകുമ്പോഴത്തേന് അപ്പ് സൈഡിലോട്ട് എടുത്തോ. പക്ഷേ അതൊരിക്കലും ഒരു സ്ട്രാറ്റജി ആകത്തില്ല. ഇതെല്ലാം നമ്മൾ ബയാസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു എക്സാക്റ്റ് പെർസെൻറ്റേജ് നിങ്ങൾക്കും ട്രൈ ഔട്ട് ചെയ്യാം. മാർക്കറ്റിൽ ഹയർ ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല ഏരിയാസിലും മാർക്കറ്റ് ഈ ഒരു ലെവലിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൻ്റെ താഴെ നിൽക്കുകയാണ്. മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈയിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ കാണിക്കാൻ നമുക്ക് ചാൻസ് ഉള്ളത് ഈ ഒരു ലെവലിലായിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം കൂടി ഫൈൻഡ് ഔട്ട് ചെയ്തു. നമുക്ക് ഇതാണ് നമ്മുടെ അപ്പ് സൈഡിലോട്ട് പോയ ഒരു സ്വിങ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലോട്ട് ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു ഏരിയയിൽ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫിബ് ടൂൾ എടുത്തു, നമ്മൾ ജസ്റ്റ് ഡ്രോ ചെയ്തു. അപ്പോൾ നമുക്ക് 2 ഏരിയ കിട്ടി. ആ ഒരു ഏരിയയാണ് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ബോക്സിലാക്കി നിങ്ങൾക്ക് വരച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് മാർക്കറ്റിന് ബെയറിഷാണ്. അപ്പോൾ നമുക്കിവിടെ 2 ലെവൽ കിട്ടി. ഈ ഒരു ലെവൽ ഡൗൺ സൈഡിലോട്ടുള്ള ലെവലായിട്ടുള്ള 52,531 എന്ന് പറഞ്ഞ ലെവലിൻ്റെ താഴെ മാർക്കറ്റ് നിൽക്കുമ്പോൾ മാർക്കറ്റ് ബെയറിഷാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ലെവലും കൂടി കിട്ടി, 52,243 എന്ന് പറഞ്ഞ ലെവലിൻ്റെയും കൂടി താഴോട്ട് നിൽക്കുമ്പോൾ മാർക്കറ്റ് മോർ ബെയറിഷാണ്. അപ്പോൾ തന്നെ നമുക്കൊരു ബയാസ് നമുക്കവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബയാസ് ഇനി എന്താണ്, ഈ ഒരു 2 ലെവൽസിൻ്റെ താഴെ മാർക്കറ്റ് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുവാണെങ്കിൽ മാർക്കറ്റ് കൂടുതൽ ഡൗൺ സൈഡിലോട്ട് വരാനാണ് മാർക്കറ്റിൻ്റെ പ്രോബബിലിറ്റി എന്നുള്ളൊരു കാര്യം. പക്ഷേ ഇവിടെ എപ്പോഴും നമ്മൾ അൺസർട്ടൺ ആയിട്ട് നിൽക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഒരു നമുക്കിപ്പോൾ ഒരു ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിന് എൻ്റെ ബയാസ്, എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 70% ആക്യുറസിയേ ഉള്ളൂ. പക്ഷേ റെസ്റ്റ് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. റെസ്റ്റ് 30 നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണം, അതേ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് 100% ഇത് തന്നെ നടക്കുമെന്ന് മാർക്കറ്റിൽ പറയാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ കാരണമെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോബബിലിറ്റി ഗെയിമാണ്. അപ്പോൾ പ്രോബബിലിറ്റി വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ വെച്ച് നമുക്ക് പ്രോബബിലിറ്റി, ഇപ്പോൾ ഒരു 100 ടൈംസ് ഞാനിതിനെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 70 ടൈംസും ഞാൻ പറയുന്ന രീതിയിലാണ് നടക്കുന്നത്. അതേപോലെ 30 ടൈംസ് എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. പക്ഷേ ആ 30% എൻ്റെ എഗൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു പെർസെൻറ്റേജ് മാത്രമേ ഞാൻ ലൂസ് ആവുകയുള്ളൂ. എപ്പോഴൊക്കെ ഞാൻ വിൻ ആകുന്നു ആ ഒരു ടൈമിൽ ഞാൻ ലൂസ് ചെയ്തതിൻ്റെ 2x 3x ഞാൻ വിൻ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ മാർക്കറ്റിനെ പറ്റി പഠിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ മാർക്കറ്റിലുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ലെവൽസ് കിട്ടി. ഈ ഒരു ലെവലായിട്ടുള്ള 52,542 എന്ന് പറഞ്ഞ ലെവലിൻ്റെ താഴെ മാർക്കറ്റ് നിന്നാൽ മാർക്കറ്റിൻ്റെ ബയാസ് ഡൗൺ സൈഡിലോട്ടാണ്. അതിനോടൊപ്പം തന്നെ ലെവലായിട്ടുള്ള 52,245 എന്ന് പറയുന്ന ലെവലിലോട്ട് മാർക്കറ്റ് നിന്ന് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ മൂവ് ഡൗൺ സൈഡിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്വിങ്ങിനെ നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ സ്വിങ്ങിൻ്റെ താഴെ കണ്ട ലെവൽ ഏതാണ്, അതാണ് ഈ ലെവൽ 52,035 എന്ന് പറഞ്ഞ ലെവൽ. അധികം ലൈൻസ് ഒന്നും ഇട്ട് നമുക്ക് കുളവാക്കണ്ട. ഈ ഒരു ഇത്രയും ലൈൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷനായിട്ട് തോന്നും. പക്ഷേ എനിക്ക് ഈ ഒരു ലൈൻസിൻ്റെ എല്ലാം ഉപയോഗം, അല്ലെങ്കിൽ ഈ ഒരു ലൈൻസ് എന്തൊക്കെയാണ് എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ ലൈൻസ് വരച്ചതെന്ന് എനിക്ക് മൈൻഡിലുണ്ട്. പല ആൾക്കാരും അവിടുന്ന് ഇവിടുന്ന് കുറേ ലൈൻസും കാര്യങ്ങളൊക്കെ വരയ്ക്കും. യൂട്യൂബ് നോക്കി കുറേ ലൈൻസ് വരയ്ക്കും, മറ്റേ വേറൊരാളുടെ ചാനൽ നോക്കി കുറേ ലൈൻസ് വരയ്ക്കും, ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇരുന്ന് കുറേ ചാനൽ കയറി വരയ്ക്കും, അല്ലെങ്കിൽ ലൈൻസ് കയറി വരയ്ക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ വരച്ച് നിങ്ങൾക്ക് പോലും അറിയാത്ത ലൈൻസിനെ കൊണ്ടുവന്ന് അവിടെ ഇടാതെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസിനെ നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു 2 ലെവൽസ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 2 ലെവലിൻ്റെയും കൂടി ഇടയിൽ മാർക്കറ്റ് ഇനി എപ്പോഴാണ് ഡൗൺ സൈഡിലോട്ട് വരാനുള്ള കൂടുതൽ ചാൻസ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് 2 അവറിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റി, നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാനായിട്ട് പറ്റി. അപ്പോൾ മോസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താണ്, മാർക്കറ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ടേക്ക് ചെയ്തതിന് ശേഷം, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വരാനാണ് മാർക്കറ്റിൻ്റെ മോസ്റ്റ് പ്രോബബിൾ ബയാസ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അല്ലാതെ ഇതേ നടക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യമല്ല. മാർക്കറ്റ് ഇനി മോസ്റ്റ് പ്രോബബിളി ചെയ്യാൻ പോകുന്ന കാര്യം ആ ഒരു കാര്യമായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ നമുക്കിവിടെ കിട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ലെവൽസും കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടി. നമുക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യാണ് വെയിറ്റ് ചെയ്യുന്നത്, നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ഇരിക്കണം നമ്മുടെ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അതിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഒരു 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 ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി വേണം. ചുമ്മാ നിങ്ങൾ അവിടുന്ന് ഒരു സ്ട്രാറ്റജി എടുത്തു എന്നിട്ട് നിങ്ങൾ ആ സ്ട്രാറ്റജി അങ്ങ് അപ്ലൈ ചെയ്തു, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഒരു EMA ക്രോസ് ഓവർ 2 EMAസിനെ കമ്പൈൻ ചെയ്ത് EMA ക്രോസ് ഓവർ ചെയ്തു, അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു പ്രൂവൺ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി വേണം. അല്ലെങ്കിൽ ഒരു 1000 ഡേയ്സ് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്തൊരു ഡേറ്റ, അല്ലെങ്കിൽ ഒരു 3 മന്ത്സ് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത ഡേറ്റ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 മന്ത്സ് എങ്കിലും ബാക്ക് ടെസ്റ്റ് ചെയ്ത ഡേറ്റ. 2 മന്ത്സ് ഒക്കെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അധികം വർക്കിംഗ് ആവത്തില്ല. അപ്പം മിനിമം ഒരു 3 to 6 മന്ത്സ് ബാക്ക് ടെസ്റ്റ് ചെയ്തൊരു ഡേറ്റ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ഒരു ഡേറ്റയിൽ അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾക്കൊരു വിശ്വാസം വന്നു കഴിഞ്ഞിട്ട് മാത്രം അതിൽ ട്രേഡ് ചെയ്യുക. അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജിയിൽ വിശ്വാസമില്ല, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് ഒരു ഹോപ്പില്ല, ഹോപ്പെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല, നിങ്ങൾക്കൊരു വിശ്വാസമില്ല ആ ഒരു സ്ട്രാറ്റജിയിൽ. അപ്പം എങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രാറ്റജീസ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. 2 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ട്രാറ്റജി വർക്കായില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഓക്കെ ഈ സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി വർക്കാവത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറും. പക്ഷേ ആ ഒരു ടൈമായിരിക്കും ആ സ്ട്രാറ്റജി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നൊരു ടൈം. അതേപോലെ തന്നെ നമ്മൾ ഒരു 2 വീക്ക് നല്ല രീതിയിൽ ആ സ്ട്രാറ്റജി പോകും. ആ ഒരു സ്ട്രാറ്റജിയുടെ ഡ്രോ ഡൗണിലോട്ട് വരുമ്പോഴത്തേന് ഈ സ്ട്രാറ്റജി പോരാ എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കും. അപ്പോൾ അങ്ങനെ മാറി നിൽക്കാതെ ആ സ്ട്രാറ്റജി നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് നിങ്ങൾ ഈ സ്ട്രാറ്റജി ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന ടൈം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ സ്ട്രാറ്റജിയുടെ ബ്യൂട്ടി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ സ്ട്രാറ്റജിയിൽ നിങ്ങൾക്കൊരു ട്രസ്റ്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 15 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ വരുന്നു. അപ്പോൾ ഞാൻ ഈ ചാനലിൽ കുറച്ച് നാൾ മുന്നേ തന്നെ ഈ ഒരു പാറ്റേണിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാറ്റേണിനെ നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലിൽ അല്ലെങ്കിൽ ഈ ഒരു ഡോ ജോൺസിൻ്റെ ചാർട്ടിൽ നിങ്ങൾക്ക് പലയിടത്തും പല ഏരിയാസിലും വളരെ നല്ല മൂവ്സ് തരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ചാർട്ടിനെ കുറച്ച് പുറകോട്ട് പോയാൽ മതിയായിരിക്കും. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി വരുന്നത് വളരെ റെയർ ആയിട്ടുള്ളൊരു ഒക്കറൻസിലായിരിക്കും, വളരെ റെയർ ചാൻസസിലായിരിക്കും ഈ ഒരു സ്ട്രാറ്റജി വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി വന്നു മാർക്കറ്റ് അപ്സൈഡിലോട്ട് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് തന്നു. ഈ ഒരു ഏരിയയിൽ നോക്കി എത്ര ദിവസം ഗ്യാപ്പിലാണ്, ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ആ ഒരു പാറ്റേൺ ഇപ്പോൾ ക്രിയേറ്റ് ആയി വന്നത് 20th ജൂലൈയിലാണ് ആ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആയിട്ട് വന്ന് ഇവിടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സ്ട്രാറ്റജി ഇതിനെ നമുക്കൊരു സെറ്റപ്പ് എന്ന് പറയും. ഈ ഒരു സെറ്റപ്പിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ടൊരു 20-25 മിനിറ്റ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നമ്മുടെ ചാനലിൽ ചെക്ക് ചെയ്ത് നോക്കുക വിത്ത് ഫോർവേഡ് ടെസ്റ്റ് ഡേറ്റ അല്ല, ഫോർവേഡ് ടെസ്റ്റ് ഡേറ്റ. അപ്പോൾ ഈ 20th മുമ്പ് വന്നേക്കുന്നത് 10 ജൂലൈയിലാണ്, ഓൾമോസ്റ്റ് 10 ഡേയ്സിൻ്റെ ഗ്യാപ്പ്. അതിന് മുമ്പ് വന്നിട്ടുള്ള ഏതാണ് 8th ജൂലൈക്കാണ്. 8th ജൂലൈ. അപ്പോൾ ഈ ഒരു ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രംപൊക്കെ അന്ന് ന്യൂസ് ഡ്രിവൺ ആയിട്ട് പോയ ഒരു ഏരിയയിൽ എക്സാക്ട്ലി ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് പോയത്. പക്ഷേ ഈ ഒരു സെറ്റപ്പിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഹ്യൂമൻസിൻ്റെ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻസിൻ്റെ ഒരു എവല്യൂഷൻ പരമായിട്ട് ഹ്യൂമൻസിന് കിട്ടിയിട്ടുള്ളൊരു ട്രേറ്റാണ് പാറ്റേൺ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം കുറച്ച് ആൾക്കാർക്ക് ഹാർഷായിട്ട് തോന്നും. അപ്പോൾ പല ആൾക്കാരും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, മേഘത്തിൻ്റെ ഷേപ്പ് കണ്ടതിന് ശേഷം അത് ചില മൃഗങ്ങളുടെ ഷേപ്പായിട്ട് തോന്നും, ചില ദൈവങ്ങളുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഷേപ്പായിട്ട് തോന്നും. അപ്പോൾ പല ആൾക്കാരും അതെന്തോ ഒരു വലിയ അത്ഭുതമാണെന്ന് കരുതും. പക്ഷേ അത് നിങ്ങൾ അതിനെക്കുറിച്ച് ഹ്യൂമൻ എവല്യൂഷനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ ഇവോൾവ് ചെയ്ത് വന്നത്, നമ്മൾ എവല്യൂഷൻ ടൈമിൽ ഹ്യൂമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ആനിമൽ ആയിരുന്നില്ല. നമ്മളെക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ആനിമൽസ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. അതേപോലെ നമ്മളെക്കാളും സ്പീഡായിട്ടുള്ള അനിമൽസ് ഇവിടെ ജീവിച്ചിരുന്നു. നമ്മളെക്കാളും ക്ലൈംബ് ചെയ്യാനുള്ള കഴിവുള്ള ജീവികൾ ഇവിടെ ജീവിച്ചിരുന്നു. അതേപോലെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സ്പെഷ്യൽ അല്ലാത്തൊരു ക്രീച്ചറായിരുന്നു ഹ്യൂമൻസ് എന്ന് പറയുന്ന ക്രീച്ചർ. അപ്പോൾ ഹ്യൂമൻസിന് ഉണ്ടായിരുന്നൊരു ബെസ്റ്റ് കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. അതേപോലെ ലോജിക്കലി കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു മിസ്റ്റേക്കിൽ നിന്ന് ആ ഒരു മിസ്റ്റേക്ക് പഠിച്ച് അതിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളൊരു കഴിവുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ അത് പറഞ്ഞതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആദിമ മനുഷ്യർ ജീവിച്ചിരുന്ന സമയത്ത് അപ്പോൾ ഒരു പുലി വന്നു കഴിഞ്ഞാൽ ആ ഒരു പുലിയെ കണ്ട് പേടിച്ച് ഓടുന്ന ഒരാൾ മാത്രമേ ആ ഒരു ടൈമിൽ സർവൈവ് ചെയ്യത്തുള്ളൂ ആ ഒരു ജംഗിളിൽ. അല്ലെങ്കിൽ ഒരു കാട്ടുപ്രദേശത്തിൽ ഒരു 10 പേര് നിൽക്കുന്നു. ആ 10 പേര് നിൽക്കുന്നതിൽ 10 പേർക്കിൽ ഒരു 8 പേർക്ക് പേടിക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. ബാക്കിയുള്ള 2 ആൾക്കാർക്ക് പേടി എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ പുലി വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ 8 ആൾക്കാർ മാക്സിമം ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. ബാക്കി 2 ആൾക്കാർ പേടിയില്ലെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയും ഈ ഒരു പുലി വന്ന് നമ്മളെ ഭക്ഷിക്കുക അല്ലെങ്കിൽ ആ 2 ആൾക്കാരെ പിടിക്കാനുള്ള ചാൻസസ് കൂടുതലായിരുന്നു. അവരങ്ങനെ മരണപ്പെട്ടു പോയി. അപ്പോൾ അവർക്ക് മരണപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, അവർ പിന്നെ റീപ്രൊഡ്യൂസ് ചെയ്തില്ല, പുതിയ ഓഫ്സ്പ്രിങ്സിനെ കൊണ്ടുവന്നില്ല. അപ്പോൾ പേടിയുള്ള ബാക്കിയുള്ള 8 പേരാണ് പിന്നെയും ഉള്ള കുട്ടികളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പേടി എന്നുള്ളൊരു ഫാക്ടർ നമുക്ക് പിന്നെയും വന്നു എന്ന് പറഞ്ഞാൽ ഇവോൾവ് ചെയ്ത് നമ്മുടെ ഹ്യൂമൻ ഇൻസ്റ്റിൻറ്റിൽ തന്നെ ഉള്ളൊരു കാര്യമാണ് പേടി എന്നുള്ളൊരു ഫാക്ടർ. എന്തൊരു കാര്യം എടുക്കുന്നതിന് മുന്നേയും സേഫ്റ്റി എന്നുള്ളൊരു മൈൻഡ് എപ്പോഴും നമ്മുടെ ഒരു ഇമോഷണൽ മൈൻഡിൽ നമുക്കുണ്ട്. അപ്പോൾ അവിടെ വരുന്ന നമുക്കൊരു മെയിൻ പ്രശ്നമാണ്, നിങ്ങൾ ട്രേഡ് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ഒരു ഇമോഷനും കാര്യങ്ങളും എല്ലാം വേണം. എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് നിങ്ങൾ റിസ്ക് ചെയ്യണം, എത്ര പെർസെൻറ്റേജ് നിങ്ങൾ ഈ ഒരു ട്രേഡിൽ കൊടുക്കും. പക്ഷേ ഈ മാർക്കറ്റ് നമ്മളൊരു എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഈ ഒരു ഇമോഷണൽ ബ്രെയിനെ നമ്മളവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കരുത്. നമ്മൾ ആ ഒരു ടൈമിൽ നമ്മളതിനെ അടക്കി വെക്കണം. നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുന്നേ എത്ര പെർസെൻറ്റേജ് റിസ്ക് ചെയ്യണം അതിനെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ് പ്രോഫിറ്റിലോട്ട് പോകുന്ന സമയത്ത് നമുക്കതിനെ പെട്ടെന്ന് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് തോന്നും. പ്രോഫിറ്റിലോട്ട് വന്നിട്ട് കുറച്ച് ഡൗൺ സൈഡിലോട്ട് വരുമ്പോൾ നേരത്തെ $400 പ്രോഫിറ്റ് കാണിച്ചല്ലോ, ഇപ്പോൾ 250 ആണല്ലോ
അങ്ങനെ ഒരു ചിന്ത വന്നതിന് ശേഷം അന്നേരത്തെ 400 എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ടൈമിൽ 400 കാണുന്ന സമയത്ത് നമുക്ക് ഇനിയും അന്ന് വന്നതുപോലെ 250 ആകുമോ, ഡൗൺ സൈഡിലോട്ട് വരുമോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. അതിനെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമ്മൾ കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് എങ്ങനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്ട്രാറ്റജി നമ്മൾ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു മെത്തേഡിലോട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. ഓവർ ട്രസ്റ്റും ചെയ്യരുത്. എന്നിട്ട് എല്ലാ ദിവസവും 1% നിന്ന് 10% റിസ്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ അതിന് ഓവർ ട്രസ്റ്റ് നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ പാറ്റേൺസിനെ പറ്റിയായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പോൾ അല്ലെങ്കിൽ ഒരു പുലി വരുന്നു എന്ന് കാണുന്ന സമയത്ത് പേടിക്കുന്ന ആൾക്കാരവിടെ സർവൈവ് ചെയ്തു, പേടിക്കാത്ത ആൾക്കാരവിടെ മരിച്ചുപോയി. അപ്പോൾ അതേപോലെ തന്നെ ഹ്യൂമൻസിനുള്ള വേറൊരു കാര്യമാണ്, ഇല്ലാത്തൊരു കാര്യത്തെ ഉണ്ടെന്ന് കാണാനായിട്ടുള്ളൊരു ഒരു 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 സൂപ്പർസ്റ്റീഷ്യൽ ആയിട്ടുള്ളൊരു ഹ്യൂമൻ ഇൻസ്റ്റിൻ്റാണ് അങ്ങനെ ഒരു കാര്യം. ഇല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഒരു മേഘത്തിൻ്റെ ഷേപ്പ് കാണുമ്പോൾ ഇത് ആ ഒരു ഇതുപോലെ ആണല്ലോ എന്നുള്ളൊരു കാര്യം, അതേ കാര്യം നിങ്ങൾ ചാർട്ടിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെഡ്ജ് പാറ്റേൺ ഇവിടെ അല്ലാതെ വേറൊരിടത്തും കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ പിന്നെ ഇരുന്ന് നമ്മളതിനെ നോക്കിക്കഴിയുമ്പോൾ ഓക്കെ, ഇത് അങ്ങനെ ഒരു പാറ്റേൺ അല്ലായിരുന്നല്ലോ, ഇത് വെഡ്ജ് അല്ലായിരുന്നല്ലോ, അങ്ങനെയുള്ളൊരു ചിന്ത നമുക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു പാറ്റേൺസിനെ വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് കാണുന്ന സമയത്ത് ആ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ അവിടെ പാറ്റേൺ ഇല്ലാത്ത പോലെ നിങ്ങൾ തോന്നും. അത് നമ്മുടെ ഹ്യൂമൻ ഇൻസ്റ്റിൻ്റാണ്. നമ്മൾ ഇപ്പോൾ ഒരു പുലി ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ പുലി ഉണ്ട് എന്ന് നമ്മൾ പെട്ടെന്ന് പേടിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മളൊരു ഒരു പ്രേതത്തെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിനെയോ കണ്ട് നമ്മൾ പേടിക്കുന്നു. അപ്പോൾ ആ ഒരു രീതി, അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യത്തിൽ നമുക്ക് പാറ്റേൺസിനെ ഹ്യൂമൻസിൻ്റെ, ഞാൻ ഇത്രയും നേരം പറഞ്ഞൊരു കാര്യം തന്നെയാണ്, പാറ്റേൺസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ ഹ്യൂമൻസ് പണ്ട് തൊട്ടേ ചെയ്തിരുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ അവരില്ലാത്തതിനെ പെട്ടെന്ന് കാണും. പക്ഷേ അങ്ങനെ കാണുന്നത് ആ ഒരു ടൈമിലൊരു നല്ല അഡാപ്റ്റേഷൻ ആയിരുന്നു. കാരണം എന്തെങ്കിലും അപകടമോ കാര്യങ്ങളോ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഓടി മാറി അല്ലെങ്കിൽ ഒളിച്ചിരുന്ന് സർവൈവ് ചെയ്യാനുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്തിലോട്ട് വരുന്ന സമയത്ത് അതിന് കുറേ ഡീമെറിറ്റ്സും കാര്യങ്ങളുണ്ട്. സെയിം കാര്യമാണ് നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാലും ഇതേ കാര്യമാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പണ്ട് കാലത്ത് നമുക്ക് ഗ്രെയിൻസോ അല്ലെങ്കിൽ നമുക്ക് ഷുഗർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അന്ന് അധികം കിട്ടാനായിട്ട് ചാൻസ് കുറവായിരുന്നു. കാരണം അന്ന് അരി നമുക്ക് കിട്ടത്തില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കൾട്ടിവേഷനൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, അതിലോട്ട് വരുന്ന സമയത്തെ കാര്യമാണ്. അപ്പോൾ നമുക്ക് അധികം ഗ്രെയിൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഹ്യൂമൻ ബോഡി അത് കിട്ടുന്ന സമയത്ത് അത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കും. അതാണ് നമ്മുടെ ഫാറ്റായിട്ട് നമുക്ക് സ്റ്റോറായി ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ടൈമിൽ എന്താണ്, നമുക്ക് ഇനഫ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് കിട്ടുന്നുണ്ട്, ഇനഫ് ആയിട്ടുള്ള റൈസ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഒരു റൈസ് കിട്ടുന്ന ടൈമിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, നമ്മുടെ സറൗണ്ടിങ്സ് ഡെവലപ്പായി, പക്ഷേ നമ്മുടെ ബോഡി അതിനനുസരിച്ച് ഡെവലപ്പ് ആയിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇനി നാളെ ഫുഡ് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് എന്ത് ചെയ്യും, ഇത് ഫാറ്റായിട്ട് നമ്മുടെ സ്റ്റൊമക്കിലും അവിടെ എവിടെയും പോയിട്ട് സ്റ്റോർ ചെയ്യും. അതാണ് നമുക്ക് ഫാറ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ഇതൊരു പ്രീമിയം ലക്ഷറി തിങ് ആയിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഒരു മൈൻഡ്, നമ്മുടെ എവല്യൂഷൻ, നമ്മൾ ഭയങ്കരമായിട്ട് ഇന്നോവേറ്റ് ചെയ്തു. പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ ബോഡി എവോൾവ് ആയിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. പക്ഷേ വേറെ എല്ലാ ആനിമൽസിനെയും അല്ലെങ്കിൽ ബേർഡ്സിനെ അല്ലെങ്കിൽ ഒരു പ്ലാന്റ്സിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവോൾവ് ആയിട്ടുണ്ട്. അതിനനുസരിച്ച് ഇപ്പോൾ ഉള്ള സാഹചര്യത്തിനനുസരിച്ചാണ് അത് ഇവോൾവ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സാഹചര്യത്തെ പെട്ടെന്ന് നമ്മൾ വളരെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ട്രേഡിങ്ങിൽ ചാർട്ടിൽ പുറത്തായിട്ട് ഈ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. ഐ തിങ്ക് സോ ഇറ്റ്സ് ഇൻഫോർമേറ്റീവ് എനിക്ക് തോന്നുന്നു. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്ന സ്ട്രാറ്റജി മെത്തേഡിലുപരി നിങ്ങളെ തന്നെ മനസ്സിലാക്കി നിങ്ങളുള്ളൊരു കൺട്രോൾ കൊണ്ടുവരിക, നിങ്ങളുടെ സ്ട്രാറ്റജിയിലൊരു ട്രസ്റ്റ് കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ 5 കാര്യങ്ങളെന്ന് പറഞ്ഞു, 5ൽ കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം നോക്കാനായിട്ട് ശ്രമിക്കുക. 5 തിങ്സ് എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി, നിങ്ങളൊരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്നത്തെ ദിവസം ട്രേഡ് എടുക്കാൻ പോകുന്ന ഒരു ബയാസിനെ നിങ്ങൾ മുൻകൂട്ടി എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് ചാർട്ടിൻ്റെ സൈഡിൽ നിങ്ങളൊരു പെന്നും പേപ്പറും എടുത്ത് ബയാസ് നിങ്ങൾ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ട്രേഡ് എടുക്കുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ഇമോഷൻ, ട്രേഡ് എടുക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ ഇമോഷൻ, ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഇമോഷൻ. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളും എന്ത് ചെയ്യുക, നിങ്ങൾ ബുക്കിലോട്ട് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് റേറ്റ് ചെയ്യുക ഔട്ട് ഓഫ് 10. എന്നിട്ട് നിങ്ങൾ പറയുക, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെയാണ് ഫോളോ ചെയ്തത്, എൻ്റെ സ്ട്രാറ്റജി ഞാൻ ഫോളോ ചെയ്തോ, എൻ്റെ റിസ്കിനെ ഞാൻ ഫോളോ ചെയ്തോ, എൻ്റെ ഇമോഷനെ ഞാൻ കൺട്രോൾ ചെയ്തോ. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളെ തന്നെ ഒന്ന് റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ ഇന്നെടുത്ത എൻട്രിയുടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളൊരു ഫയലായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. എവിടെയാണ് എൻട്രി എടുത്തത്, ഏത് ടൈപ്പ് ഓഫ് എൻട്രിയാണ് എടുത്തത്, എത്ര ടൈം ഞാൻ ഹോൾഡ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മേജറായിട്ടുള്ള 5 കാര്യങ്ങൾ. ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞെന്ന് തോന്നുന്നു. ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്ത് കഴിയുന്നതിലുപരി തന്നെ ഈ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള ഒരു അപ്ഗ്രേഡ് നിങ്ങൾക്ക് തോന്നുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇത്രയും വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നെക്സ്റ്റ് ഞാൻ ഫ്യൂച്ചേഴ്സ് ഫേമിൽ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു സീരീസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ പറ്റി അല്ലെങ്കിൽ ഈ ടെക്നിക്കൽ അനാലിസിസിനെ അല്ലെങ്കിൽ ചാർട്ടിനെ പറ്റി പറയുന്നതിലുപരി നിങ്ങൾക്ക് ഇതേപോലെ ഹ്യൂമൻ ഇമോഷൻസും അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുന്നത് ആഗ്രഹമാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ, ഐ ക്യാൻ ട്രൈ ദാറ്റ് ടു. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ, സീ യു.